90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഇതാ വീണ്ടും സംഗീത മഹോത്സവത്തിന് തിരി തെളിയുന്നു. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. റേഡിയോ മീഡിയ വില്ലേജ് 90.8 presents മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ ഈ ഒരു വേദിയിലെ മത്സരം ഇങ്ങനെ മുറുകുകയാണ്. ഓരോ മത്സരാർത്ഥികളും അത്രയും അടിപൊളി സോങ്സ് ആണ് ഈ വേദിയിൽ വന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ഫ്ലോറ് സംഗീതം കൊണ്ട് നിറയുകയാണ്. അപ്പം മത്സരം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരായിരിക്കും ഗ്രാൻഡ് ഫിനാലയിൽ ആ വിജയ കിരീടം ചൂടുക? നമ്മളെല്ലാവരും റെഡിയാണ് അതറിയാനായിട്ട്. അപ്പോൾ സെമി ഫൈനൽസിൽ അടുത്തതായിട്ട് മാറ്റൊരുക്കാനായി എത്തുന്നു ബെബൻ ബിജു. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ബെബനെ. ബെബൻ, ഹലോ, സുഖമായിട്ടിരിക്കുന്നു. എവിടുന്നാ വരുന്നേ? ഇത്തിത്താനത്തുനിന്ന്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അതോട് പറയാം. 10ലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ പാട്ടൊക്കെ ഇങ്ങനെ പഠിക്കാനും പാട്ടിനൊക്കെ ആയിട്ട് മാറ്റിവെക്കാൻ സമയമൊക്കെ കിട്ടാറുണ്ടോ? പിന്നെ പാട്ടിന് മാറ്റിവെക്കാൻ ഉറപ്പായിട്ടും സമയം കണ്ടെത്താറുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സെമി ഫൈനൽസ് വരെ എത്തിയിരിക്കുകയാണ്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. അപ്പം നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഓൾഡ് ഈസ് ഗോൾഡ് ആണ്. ഓൾഡ് ഈസ് ഗോൾഡിൽ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഓ, അടിപൊളി പാട്ട്. എന്താണെങ്കിലും ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അടിപൊളിയായിട്ട് പാടിക്കോളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. എഴുതിയ മിഴികളെ പ്രണയമധുര തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ? ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ? തേൻ പുരട്ടിയ മുള്ളുകൾ കരളിലെറിയുവതെന്തിനോ? തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ? സുറുമയെഴുതിയ മിഴികളെ. ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ. ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ. നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ.
കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി എൻജോയ് ചെയ്ത് പാടുന്നതായിട്ട് തോന്നി. അടിപൊളി. അപ്പൊ എന്താണെങ്കിലും നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോയാലോ? സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് അന്യഭാഷാ റൗണ്ട് ആണ്. ബെബൻ, അന്യഭാഷാ റൗണ്ടിൽ ഏത് ഭാഷയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഹിന്ദി സോങ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ഹിന്ദി സോങ്ങുമായിട്ടാണ് ബെബൻ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. जब दीप जले आना, जब शाम ढले आना, जब दीप जले आना, जब शाम ढले आना, संगीत मिलन का भूल न जाना, मेरा प्यार न बिसराना, जब दीप जले आना, जब शाम ढले आना. मैं पलकन डगर बुहारूंगा, तेरी राह निहारूंगा. मैं पलकन डगर बुहारूंगा, तेरी राह निहारूंगा. मेरी प्रीत का काजल तुम अपने नैनों में मले आना, जब दीप जले आना, जब शाम ढले आना. जहाँ पहली बार मिले थे हम, जिस जगह से संग चले थे हम, जहाँ पहली बार मिले थे हम, जिस जगह से संग चले थे हम. नदिया के किनारे आज उसी अमवा के तले आना, जब दीप जले आना, जब शाम ढले आना. मागरी ससनी पाबा मारी सनी सग पमा पा. नित सांझ सवेरे मिलते हैं, आ आ आ. नित सांझ सवेरे मिलते हैं, उन्हें देख के तारे खिलते हैं. नित
सितारे खिलते हैं, देखते हैं बिना एक दूजे से कहते हैं मने आना, जब दीप जले आना, जब शाम ढले आना. യെസ് ബെബൻ, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ടെക്നിക്കലി പറയാൻ എനിക്കറിയില്ല, അത് പറയാൻ അറിയാവുന്നവർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചാലോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ പെർഫോമൻസ് എന്ന്. ആന്റണി സാർ. ഭവൻ സാർ, ഇതെന്താ ഇത് ഒരു സംഗീത മഴയായിരുന്നു. അടിപൊളി. അതായത് രണ്ടും ഈ നമ്മൾ പറഞ്ഞ പോലെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മലയാളത്തിലെ എവർഗ്രീൻ സോങ് ആയിട്ടുള്ള സുറുമ എഴുതിയ, അതോടൊപ്പം തന്നെ രവീന്ദ്രജൻ മാഷിൻ്റെ ഹിന്ദിയിൽ ദാസേട്ടൻ പാടിയ ജബ്ദീപ് ഛലെ എന്നുള്ള മനോഹരമായ ഗാനമാണ്. പക്ഷേ നമ്മൾ ഈ രണ്ട് ഗാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് രണ്ടും ഒരു ഹിന്ദുസ്ഥാനി ഒരു ഗസൽ ടച്ചസ് ഉള്ള പാട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂഡിൽ ഇപ്പോൾ ഒരു കേൾക്കാൻ വളരെ സുഖകരമായ ഒരു മെലഡി. എനിക്കൊന്ന് പിന്നെ ഭവൻ ഒത്തിരി പാടി തെളിയിച്ചിട്ടുള്ള ആളാണ്. മനോഹരമായ ഗാനങ്ങളൊക്കെ ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വോയിസ് വളരെ നല്ലതാണ്, സംഗതികൾ വളരെ സൂപ്പറാണ്, നല്ല രസമായിട്ട് തൊണ്ട വഴങ്ങുന്നുണ്ട് നല്ല. അതുകൊണ്ട് പിന്നെ അത് കൂടുതൽ പൂർണ്ണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഭാവിയിൽ ഒരു നല്ല പ്ലേ ബാക്ക് സിംഗർ ചങ്ങനാശ്ശേരിയിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ ഓൺ ദ സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ ഒന്നും പറയാനില്ല, കാരണം മാക്സിമം ആ പാട്ടിൻ്റെ എല്ലാം പെർഫെക്ഷനിൽ തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. അടിപൊളി. അപ്പോൾ എന്താണെങ്കിലും ബെസ്റ്റ് കമൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ആ പാട്ടിന്റെ പെർഫെക്ഷനിൽ പാടിയിരിക്കുന്നു എന്നാണ് ആന്റണി സാർ പറഞ്ഞത്. അപ്പോൾ എന്താണ് നമുക്ക് ഷാജി സാറിന് പറയാനുള്ളതെന്ന് നോക്കാം. സാർ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പെർഫോമൻസ്? ബെവൻ സാർ, ഒന്നും പറയാനില്ല, വളരെ മനോഹരമായിരുന്നു. താങ്ക് യു സർ. ബെവനെ എനിക്ക് പരിചയമില്ല, ഇങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചാൽ സന്തോഷം. താങ്ക്സ്. രണ്ട് പാട്ടും അതിമനോഹരമായിട്ട് പാടി. സുറുമ എഴുതിയത് പിന്നെ ജബ്ദിബി, രണ്ട് പാട്ടും വളരെ നന്നായിട്ട് പാടി. നല്ല ഭാവമായിരുന്നു. എക്സ്ട്രാ കുറച്ച് ഭാവം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും വളരെ നന്നായിരുന്നു കേട്ടോ. ഓക്കെ, എല്ലാ ഭാവങ്ങളും. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ ബെബ, നല്ല കമൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ജഡ്ജസിനും അതുപോലെ തന്നെ കേട്ടിരുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ബെബനും എത്തുമോ എന്നറിയാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. This is Radio Media Village 90.8 presents Music Dhamaka Junior Season 7 powered by Idimanikal Gold and Diamonds. Music Dhamaka Junior Season 7 powered by Idimanikal Gold and Diamonds. ഇപ്പൊ ഇടിമണിക്കല കല്യാണം.